If you are new to this channel, please subscribe. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചു അങ്ങോട്ട് പോയിട്ടുണ്ട്, ഈവനിലേക്ക് പോയിട്ടുണ്ടെന്നാണ് കേട്ടത്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് എന്താണെന്ന് നോക്കാം. C11 ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇനി പോകേണ്ടത് നമ്മളിവിടെ നിന്ന് L1 പോകണം. NST ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം ബലൂൺ ഇട്ടു. കിച്ചുവിൻ്റെ ബലൂണാണ് വെച്ചത്. നമ്മൾ തിരിച്ചു പോകണം. കിച്ചുവിനോട് അവിടെ B1 വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. വണ്ടി ഇട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോകും. കിച്ചുവിനപ്പോൾ അല്ലെങ്കിൽ ഇത്രയും നടക്കേണ്ടി വരില്ലല്ലോ, കുറേ നടക്കണം അങ്ങോട്ടേക്ക്. അപ്പോൾ അങ്ങോട്ട് പോകണം. കിച്ചുവിനെ കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക്. ഇതാണ് ബലൂൺ കത്തീഡ്രൽ. ഇത് സെർവിക്സിൻ്റെയും വെജിനയുടെ ഉള്ളിലെ ഡൈൻ സെറ്റയുടെ അതിൻ്റെ ഇടയിലായിട്ട് അല്ലേ. ഹലോ, അപ്പോൾ ഇന്ന് ദിവസം 25 ജൂലൈ 2026 ബലൂൺ കത്തീഡ്രൽ ഇട്ടിട്ട് അത് രാത്രി ഇന്നലെ പോന്നു. അതിനുശേഷം നമ്മൾ അവിടേക്ക് ഫോൺ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇന്നൊരു ബ്ലീഡിങ് ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അത് മാത്രമല്ല നമ്മളപ്പോൾ ഇന്ന് പോവേണ്ടതാണ്. നമ്മൾ അതിനു മുമ്പ് അവിടെ നിന്ന് DSP നമ്മൾക്കൊരു ഫോൺ വന്നു. അവർ പറഞ്ഞു വരാൻ പറഞ്ഞു. അത് മാത്രമല്ല ഇപ്പോൾ ഒരു ചെറിയ ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോവാണ് ഹോസ്പിറ്റലിലേക്ക്. ഇന്ന് ശരിക്കും 40+4 ആയി ദിവസം. എന്തായാലും ഹോപ്പ്ഫുള്ളി ഇന്നിന് ചെന്നിട്ട് ഇനി എന്തെങ്കിലും സ്റ്റെപ്പ് എടുത്തിട്ട് പ്രസവം സെറ്റാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ചോദിച്ചു വണ്ടി ഇട്ട് വരികയാണ്. C4 L1 പോയിട്ട് നമ്മളങ്ങനെ നടക്കണം. ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് വേണ്ടി പോകാൻ ഉച്ചക്കട്ട് പോന്നെ ടെസ്റ്റിക്കാൻ പോന്നോ? ടെസ്റ്റിക്കാൻ പോകുന്ന സ്യൂട്ട് അങ്ങോട്ടോ റൈറ്റോട്ട് പോകും. ഇതാണ് ബിൽഡിംഗ്. ബിൽഡിംഗ് എത്തി ലിഫ്റ്റ് എടുത്തിട്ട് B2 പോകണം നമുക്ക്. ഇന്നലെ കിച്ചു വന്നത് ഇവിടെയാണ് എപ്പോഴും അഡ്മിറ്റൊക്കെ ആവാറ്. എൻ്റെ കിച്ചു ഇവിടെയാണ് വന്നത്. നമ്മളപ്പോൾ റൂമിലേക്ക് മാറ്റിയിട്ടോ ഇൻഡക്ഷൻ സ്യൂട്ടിലേക്ക്. ഇപ്പോൾ ഇവിടെ നമുക്ക് നൈറ്റ് എനിക്ക് സ്റ്റേ ചെയ്യാം. അപ്പോൾ കിച്ചു തന്നെ കയ്യിൽ ക്യാൻഡിലൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ല വേണ്ട, ഇപ്പോൾ അവർ ചെക്ക് ചെയ്തു, ഒന്നും ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എടുത്തില്ല, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ എന്തായാലും ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ എന്തായാലും വന്നതിന് ശേഷം പറയുമായിരിക്കും അല്ലേ ചോ? ഓക്കെ, ബൈ ബൈ. ഹലോ, ഇപ്പോൾ സമയം 5 മണി ആവാൻ പോണു. ഇന്നലെ അല്ലേ? ശരിയാ. അപ്പോൾ 24 hours കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിനി മെഡിസിൻ കൊടുക്കാൻ പോകണം, ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലേ? അതെ, പെയിൻ വരുത്തിക്കാൻ വേണ്ടി മെഡിസിൻ കൊടുക്കാൻ പോകുന്നു. അത് ഓരോ 2 മണിക്കൂർ. രാത്രി സമയം 8:45 കിച്ചു കിടന്നു. ഇൻഡ്യൂസ് ചെയ്തിട്ടില്ല അവർ തന്നേരമായിട്ട്. എന്തായാലും നമ്മൾ വെയിറ്റിംഗ് ആണ്. രാത്രി എപ്പോഴെങ്കിലും അത് ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രതീക്ഷയോടെ. ഇപ്പോൾ സമയം 10:20 കഴിഞ്ഞു. ഇപ്പോൾ അവർ വന്നു. ഇൻഡ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. മെഡിസിൻ ഓരോ 2 മണിക്കൂർ ഇടവിട്ട് കഴിക്കണം അല്ലേ? അപ്പോൾ അതിന് ശേഷം ലേബർ സ്റ്റാർട്ട് ചെയ്യുന്ന അവർ പറഞ്ഞു. മാക്സിമം 16 ഡോസ്. സമയം വെളുപ്പിന് 1 മണി ആവാറായി. 26-ാം തീയതി രണ്ടാമത്തെ ഡോസ് കൊടുത്തു, കഴിഞ്ഞു. പെയിൻ ഉണ്ട്, പീരിയഡ് ക്രാംസ് ഉണ്ടല്ലേ ചെറുതായിട്ട്. ഇപ്പോൾ സമയം 5 മണി. നമ്മൾ 3 ഡോസ് കഴിഞ്ഞു. 4 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട്. മിക്കവാറും ഇപ്പോൾ തന്നെ ഇനി ലേബർ റൂമിലേക്ക് മാറ്റും എന്നാണ് പറഞ്ഞത്. മിഡ് വൈഫിനെ വിളിക്കാൻ പോയിട്ടുണ്ട്. ഇവിടുത്തെ മിഡ് വൈഫ്, DSP മിഡ് വൈഫ്. ഇതാണ് നമ്മുടെ ഡെലിവറി സ്യൂട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഡെലിവറി സ്യൂട്ട്. ബേബിക്ക് കിടക്കാൻ വേണ്ടി ഡെലിവറി ആയതിനു ശേഷം കൊണ്ട് കിടത്താൻ വേണ്ടിയുള്ള സെറ്റപ്പ്. ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനുള്ളത്.
കിച്ചൺ നല്ല പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ പ്ലസ് ആയിട്ടുണ്ട്, ഡയലേറ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലേബർ റൂമിലേക്ക് മാറ്റിയത്. നമ്മളൊരു 5:30 മാറ്റിയില്ലേ, 5:30 മാറ്റി. ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു. സമയം 6:50. ഇപ്പോൾ സമയം 7 മണിയായപ്പോൾ വാട്ടർ ബ്രേക്ക് ആയതു. ഇനിയിപ്പോൾ പെയിൻ കൂടും അല്ലേ? ഗുഡ്. മാനുവലി വാട്ടർ ബ്രേക്ക് ചെയ്തു. സമയം 9:26. എപ്പിഡ്യൂറിലിട്ടു. നല്ല കോൺട്രാക്ഷൻ ഉണ്ട്. വെയിറ്റ്. This one? Maybe 2 hours, everything's good. Okay, okay. You can go. Right, open that. Put her on the scale. Look at her, she's cute. No, 3150. ഇപ്പോൾ സമയം 11:06. 10:21 കേട്ടോ. ഇവിടുത്തെ സമയം 10:21 ഡെലിവറായി. ഇതിന് ചെറുകിടക്കുന്നുണ്ട്. കൊച്ചിൻ്റെ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കിച്ചു. സമയം 1:16 നമ്മൾ ഇവിടെ നിന്ന് ഡെലിവറി ഷൂട്ടിൽ നിന്ന് വാർഡിലേക്ക് മൂവ് ചെയ്യണം, അമ്മേനെയും ബേബിനെയും. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒബ്സർവേഷൻ കഴിഞ്ഞ ശേഷമാണ് അവർ നമ്മളെ ബർത്ത് സെൻ്ററിലേക്ക് വിടുക. നമ്മളിവിടെ വാർഡിലേക്ക് മാറ്റിയിട്ടോ. ഇത് ഷെയ്ഡ് റൂമാണ്. അപ്പുറത്തൊരു ഫാമിലി ഉണ്ട്. ഇവിടെ നമ്മൾ അങ്ങനെ ഞങ്ങൾ വാർഡിൽ വന്നു. കൊച്ചിനിവിടെ കിടത്തി. ഇപ്പുറത്ത് കാണാൻ പോവാണ് ആദ്യമായിട്ട്. ഇവിടെ 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 ഹിയ ഹിയ ചേട്ടാ ബേബിനെ കാണാം. ഹാപ്പിയാണോ? എന്നെ കണ്ട ഫീഡ് ചെയ്യാണ്. ചേട്ടാ ബേബിനെ കണ്ടോ? സ്റ്റോറേജ് കാശിയിട്ടുണ്ട്. ഇല്ല, വണ്ടിക്കകത്തല്ലേ. ഞാൻ വീട്ടിലേക്ക് പോണത്. മമ്മി വന്നു, ജോഡ് വന്നു കൊച്ചിനെ കാണാൻ വേണ്ടി. ഞാൻ വീട്ടിലേക്ക് പോകണം. ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോവാണ് വീട്ടിലേക്ക്. വീട്ടിൽ പോയിട്ട് കഴിക്കാം കേട്ടോ. വീട്ടിൽ പോയിട്ട് കഴിക്കാം. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് 27th ആട്ടോ, 27 ജൂലൈ 2026. നമ്മൾ ഇപ്പോൾ സമയം 9 മണിയാകുമ്പോഴോ ഞാൻ സീൻ ലൈനിലെത്തിക്കാണ്. പാർക്കിങ്ങിൻ്റെ അവിടെ കിച്ചുവിനെ കൊച്ചിനെ ബർത്ത് സെൻ്ററിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. മെറ്റബോളിക് ടെസ്റ്റും ഹിയറിംഗ് ടെസ്റ്റും കഴിഞ്ഞു. നമ്മൾ പോകട്ടോ. ഇവിടെ കൊച്ചിനെ പോവാണ്. അയ്യോ റെഡിയല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. കൊച്ചിനെ പോവാണ് നമ്മൾ ബർത്ത് സെൻ്ററിലേക്ക്. അപ്പോൾ ഞങ്ങളത് റിവർ എഡ്ജ് ബർത്ത് സെൻ്ററിൽ എത്തിട്ടോ. ഇതാണ് റൂം. ഇവിടെ ഒരു ബെഡ്, അപ്പുറത്ത് കൂടെ വന്ന ആൾക്ക് കിടക്കാനുള്ള ബെഡ്, കൊച്ചിനുള്ള ബെഡ്. അതിലെന്തോ ഹോട്ട് വാട്ടർ ഒഴിച്ചിട്ട് എന്തോ ബെഡ് ചൂടാക്കുന്നൊരു സെറ്റപ്പുണ്ട് പറഞ്ഞു. പിന്നെ TV ഉണ്ട് അതിൽ. ഓക്കെ, പിന്നെ ഒരു കെറ്റിൽ വെച്ചിട്ടുണ്ട്. ടീ കോഫിയൊക്കെ ഇട്ട് കുടിക്കാനുള്ള സെറ്റപ്പ്. സ്റ്റോറേജ് റൂം, ചെറിയൊരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. ടോയ്ലറ്റ്, പാഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഗുഡ്, അടിപൊളി. കൊച്ചിനെ കിടത്താനുള്ള ക്രാഡില്ലേ കണ്ടോ? ഇവിടെ ഒരു ഹോട്ട് ബാഗ് വെച്ചിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഒരു ഹീറ്റാക്കിയിട്ട്. ഓക്കെ, എന്നിട്ട് അത് കിടത്താം. ഓക്കെ, ഗുഡ്. ബാത്റൂമിൽ നമുക്ക് ബാത്ത് ടവല്, ഹാൻഡ് ടവല്, ബാത്ത് മാറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്.
Here, this one. Go. Jodo. എന്താണ് ഫോട്ടോ എടുത്ത് ഫോട്ടോ അല്ലേ ഇത് വെച്ചാണ് എൻ്റെ അടുത്ത് ഇത് Jodo, balloon കാണിച്ചാ? ഇഷ്ടപ്പെട്ടത്? പെർസെൻറ്റിൻ്റെ പുറത്തൊരു സ്ഥലമാട്ടത് കാണുന്നത്. ഇത് നാട്ടിൽ പാബ്ലോയുടെ ചെറിയൊരു വേർഷൻ വന്നിട്ടാണ്. ഇതാണ് ഫുഡ് വന്നിട്ട്. പെർസെൻറ്റിലാണ് കേട്ടോ. അവിടെ ഇവിടെ ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ചെറിയൊരു മൈക്രോവേവ്, അവിടെ ബീറ്റ് പാക്ക് ചൂടാക്കാനൊരു മൈക്രോവേവ് വേറെ ഉണ്ട്. ഒരു പ്യൂരിഫയർ ഉണ്ട്. അവിടെ ഒരു ഹോട്ട് വാട്ടർ വരുന്ന സ്ഥലമുണ്ട്. ഒരു കോഫി ടീ സ്റ്റേഷൻ, ഇവിടെ വെൻഡിങ് മെഷീൻ ഉണ്ട്. അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ പിള്ളേർക്ക് ടോയ്സ് ഉണ്ട്. വാ, ടോയ്സ് കാണിക്കാം. ഇവിടെ ടോയ്സ്, ഇവിടെ ടോയ്സ് ഉണ്ട്. ബേബി ഓക്കെ, ബേബി കിടക്കണം ഇവിടെ. റൂമിൽ ടോയ്ലറ്റ്സ് ഉണ്ട് കേട്ടോ. അത് മാത്രം കൂടാണ്ട് ഇവിടെ ടോയ്ലറ്റ് അവൈലബിൾ ആണ്. 2 ഉണ്ട്. ഇന്നത്തെ ഫുഡ് വന്നു. ഇന്നത്തെ ഫുഡ് ഫിഷ് കോൾസ്ലോ ഉണ്ട്. പിന്നെ ഒരു ഡെസേർട്ടായിട്ട് കേക്ക് ഒരു സാധനമുണ്ട്. പിന്നെ ബ്രെഡ്, ബട്ടർ. മോർണിംഗ് 29 കേട്ടോ. നമ്മൾ കൊച്ചിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സമയം 11 മണിയാകുമ്പോൾ 5 മിനിറ്റ് 10:55. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ പോവാണ് അങ്ങോട്ടേക്ക്. ഓക്കെ, ഒരു ഇപ്പോൾ 11:05. ഇനിയിപ്പോൾ നമുക്ക് 12 മണിയാകുമ്പോഴേക്കും പോരാം. എന്താ ഞാൻ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരട്ടെ. നമ്മളപ്പോൾ അതെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. ടിൽപ്പൻ അവിടെയുണ്ട്. മമ്മി കൊച്ച് കളിപ്പിക്കുന്നുണ്ട്. വെക്കേറ്റ് ചെയ്യാണ്. സമയം 11:45. 12:20 വെക്കേറ്റ് അതായത് കേട്ടോ. 12 മണിക്ക് മിഡ് വൈഫ് വരും, ഫുഡും വരും. ഫുഡ് വെച്ചിട്ട് പോലെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങുകയാണ് വീട്ടിലേക്ക് പോകുന്നത്. ബേബി, കിച്ചു, മമ്മി. Let's go. Like a wildfire. Never the same. Never you calling my name. I'm taking my അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അലക്സ് പ്രസവം കഴിഞ്ഞു. ബർത്ത് സെൻറ്ററിലെ 2 ദിവസത്തെ താമസം കഴിഞ്ഞു. ഞങ്ങളുടെ വീട്ടിലേക്ക് പോകണം. ബേബി അപ്പുറമുണ്ട്, മമ്മി ഇവിടെ ഉണ്ട്. കിടന്നു ഉറങ്ങുന്നു. ജോഡു കിൻഡിയിലാണ്. അപ്പോൾ എത്തിയിട്ടോ ബലു വെച്ചത് പൊട്ടിപ്പോയി. If I'm going with you, I will get to the other side. Sinking in, I know this feels right. Catching a breeze, love moving through me like